ഹായ്, അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുഴപ്പമില്ലാത്ത റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയത്. എത്ര പേരിപ്പോൾ അത് കണ്ടവർ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ടായിരിക്കാം. 100 പേര് കണ്ടാലും 10 പേര് കണ്ടാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ഒരിക്കലും അത് പണ്ടനാലേ ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരാളും ആക്സെപ്റ്റ് ചെയ്യില്ല. അതായത് അവന് എന്തെങ്കിലും തോന്നിയത് പറയണത്. ഇതുപോലെ 100 പേരുണ്ടല്ലോ, ഏറ്റവും പണ്ഡിതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സഗഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊക്കെ ചിന്താഗതി ഉണ്ടാവും. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. ഒരിക്കലും എന്നെന്നല്ല ഒരാളും വില കുറച്ച് കാണരുത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയട്ടെ. അപ്പം എന്നെ വില കൂട്ടി കാണണം അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ ശരിയാട്ടോ അങ്ങനെ വിശ്വസിക്കാനല്ല പറഞ്ഞു. ഞാൻ പേഴ്സണലി പറയാം. കാരണം ചില ഓരോരുത്തരെ കമൻറ്റിൽ എനിക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുള്ളൂ, നമ്മളോട് ഓരോന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് വിടാം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 10-15 പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. കമൻറ്റ് കൂടാതെ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതായത് വാട്സപ്പിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, പിന്നെ യൂട്യൂബിൽ, അങ്ങനെ കുറച്ച് ഈ 4 പ്ലാറ്റ്ഫോമിലും കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. അങ്ങനെ മൊത്തം 15 എന്നുള്ള കണക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ചോദിച്ചതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അവർക്ക് ഓൺലൈനായിട്ട് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓൺലൈനിൽ ഇത് പഠിപ്പിക്കുമ്പോൾ എന്താ ഒരു കുഴപ്പം ഞാൻ കാണുന്നത് വെച്ചാൽ, പഠിപ്പിച്ച് തരാൻ പറ്റും, നിങ്ങൾ ചിലപ്പോൾ പഠിക്കായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ച് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യം വരണം. രണ്ടാമത്തത്, നിങ്ങൾക്കത് ഞാൻ ഇപ്പോൾ മരിച്ചു പോയാലും അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ ഒരു വീഡിയോസ് ഇത് കണ്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സംതൃപ്തി കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല, ഞാനൊരു ഫീസ് മേടിക്കുന്നു പറഞ്ഞു. ആ ഫീസ് എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല മേടിക്കുന്നത്. ആ ഫീസ് നിങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ഞാൻ പറഞ്ഞു കുറഞ്ഞതൊരു 30,000 ക്യാപിറ്റലിൽ, അതായത് 30,000 രൂപയെങ്കിലും വേണം നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ പൈസ കൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് തരുന്ന ഫീസ് നിങ്ങളെ കൊണ്ട് തന്നെ ട്രേഡ് എടുപ്പിച്ചിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് എടുത്ത് തന്നിട്ട്, ചിലപ്പോൾ അതിൽ കൂടുതലാവാം, കുറയില്ല എന്തായാലും, അതെടുത്ത് തരിപ്പിച്ചിട്ടേ ഞാൻ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞ് വിടുള്ളൂ. ഓക്കെ, ആ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അതായത് ഇത്ര ഫീസ് കൊടുത്തില്ലേ, അയ്യോ അവന് വെറുതെ കൊടുത്തില്ലേ, അവന് എന്തിട്ട് പറഞ്ഞത്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട. നമ്മളിൽ 2 വർഷം ഒരു ദിവസം പോലും ചാർട്ട് നോക്കാത്തതില്ല എൻ്റെ ലൈഫിൽ. അങ്ങനെ ഉള്ള ഒരു എക്സ്പീരിയൻസുമ്പോഴാണ് ഞാനിത് പറയുന്നത്. ഞാൻ ടോട്ടലി 3 years ആയി ശരിക്കും ഇതിൻ്റെ പുറകിൽ. ഞാൻ ആദ്യമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 വർഷമായിട്ടാണ് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ കാലാകാലമായിട്ട് പ്രോഫിറ്റബിൾ ഒരു പോർട്ട്ഫോളിയോ സൂക്ഷിക്കുന്ന ഒരാളാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ഞാൻ പറയാം, ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ എനിക്കൊരു ദിവസം എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മന്ത് എൻഡിൽ എൻ്റെ റവന്യൂ എത്രയാണ്, ഇതൊന്നും എനിക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറയുന്നില്ലല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടും വിശ്വസിക്കണമെന്നൊന്നും പറയില്ല. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഞാൻ പറയില്ലേ, നമുക്ക് ഈ ഉഡായ്പ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളുണ്ടാവുള്ളൂ, അത് വേറെ എവിടെയെങ്കിലൊക്കെ പോകും. നിങ്ങൾ കേട്ടോണമെന്ന് അറിയാമല്ലോ, യു ഗെറ്റ് ബാക്ക് വാട്ട് യു ഗീവ് എന്നാണ്. അതായത് ബൂമറാങ്ക് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ നമ്മുടെ ലൈഫിൽ. സോ ഞാൻ പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ട്രേഡിങ്ങിൽ പൈസ കിട്ടും. മനസ്സിലായില്ലേ? പൈസ കിട്ടും, 100% ഞാൻ ഗ്യാരണ്ടി പൈസ കിട്ടും. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് പഠിക്കാൻ ആണ് ഞാൻ വരുന്നത്. അതായത് ആ പയ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾ പഠിക്കാനാണ് വരുന്നത് എന്നുള്ള മൈൻഡ് സെറ്റിൽ വരാം. അപ്പം എൻ്റെ അടുത്തല്ല വേറൊരു മെൻറ്ററിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് 1,500 രൂപ എല്ലാ ദിവസവും ഉണ്ടാക്കി അടിപൊളി, അപ്പോൾ 45,000 ഉണ്ടാക്കല്ല, അല്ലെങ്കിൽ 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ആയാലും അങ്ങനെ ചിന്തിക്കരുത്. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയുമോ, നമ്മളൊരു എൻട്രി എടുക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് കാണുമ്പോൾ ഒക്കെ ചാടി ഇറങ്ങും. അങ്ങനെ അതായത് പൈസ എന്നുള്ള മോട്ടീവിലാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ്, നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും നോക്കിയിട്ടല്ല കൂടുതൽ പേര് ഓടിക്കുക. ആ വണ്ടി, ഇഷ്ടപ്പെട്ട വണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ഓടിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക, അല്ലേ? അതേപോലെയാണ്
ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ദൂരത്തേക്ക് അത് കൊണ്ടുപോകും. ശരി, നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴൊക്കെ എൻട്രി എടുക്കാതിരിക്കാം, എപ്പോഴൊക്കെ എൻട്രി എടുക്കണം. ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻട്രി എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എൻട്രി എടുക്കണം എന്നൊക്കെ. പെട്ടെന്ന് ട്രിഗറാവും. പിന്നെ ഞാൻ ഒരു സെറ്റപ്പ് അല്ല പഠിപ്പിച്ചു തരുന്നത്, 3-4 ടൈപ്പ് സെറ്റപ്പുകൾ. അതായത് സെയിം സെറ്റപ്പ് തന്നെ പല തരത്തിൽ വരും. മാർക്കറ്റ് ഒരു ദിവസം ഒരേപോലെ അല്ല വരാം, എല്ലാ ദിവസവും ഒരേപോലെ അല്ല വരാം, പല തരത്തിലെ വരാം. പക്ഷേ സിമിലറായിട്ട് നമ്മൾക്ക് കിട്ടുന്ന എൻട്രി ഒരേപോലെ. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എൻട്രി സിമിലാരിറ്റി കൂടുതലായിരിക്കും. ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു 90% നോക്കിയാലും സെയിം ആയിരിക്കും നമുക്ക് വരുന്ന എൻട്രി. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു, എങ്ങനെ എടുക്കാം എന്നൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ എനിക്കറിയാം, ഞാൻ അങ്ങനെ വായിട്ട് വെറുതെ ഇങ്ങനെ അലയ്ക്കുമ്പോൾ പലർക്കും അത് വലിയ ആക്സെപ്റ്റബിളായിട്ട് തോന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം, ഇന്ന് എനിക്ക് തോന്നുന്നു ബുധനാഴ്ച 2-ാം തീയതി ഒരു ചെറിയ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന 1:4 അല്ല, 1:6 ആണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ അപ്ലോഡ് അപ്പോൾ നമ്മളെ എൻട്രി സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഈ റെഡ് ലൈൻ കാണുന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ്. നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഞാൻ എക്സിറ്റ് അടിക്കുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് ഷുവറായിട്ട് അറിയാം ഇത് ഡൗണിലേക്ക് പോകുന്നുള്ളത്. അതിന് റീസൺസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങളിത് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ പഠിപ്പിച്ച് തരും എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നുള്ള ഉറപ്പ് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ഒരു റീട്രേസ്മെൻറ്റിലാണ് ഇപ്പോൾ ഇതിങ്ങോട്ട് വരുന്നത്. ഈ റീട്രേസ്മെൻറ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടായിരിക്കും, അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരും. ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻട്രി എടുത്തു, നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കാണിക്കും. ഈ കുറച്ച് പ്രോഫിറ്റ് കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഇത് റിവേഴ്സ് വരുമ്പോൾ പാനിക്കാവും. സാധാരണ നോർമൽ എല്ലാവരും പാനിക്കാവും. ഞാൻ പറഞ്ഞു, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം, ഇല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കണം. ഇപ്പോൾ ഇത് 200 പോയിൻറ്റിലേക്ക് ആ ഒരു പ്രീമിയം പോകുന്ന എനിക്ക് ഷുവറായിരുന്നു. ടാർഗറ്റ് അടിച്ചാലും അത് 200 പോയിൻറ്റിലേക്ക് പോകുന്ന എനിക്ക് ഷുവറായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഇത് ഒരു ചെറിയൊരു എൻട്രി വന്നതാണ്, ചെറിയൊരു സ്കാൽപ്പിങ്. ഇത് നമുക്ക് ആ ബ്ലൂ ലൈൻ കണ്ടില്ല, ആ ബ്ലൂ ലൈൻ വരെ നമുക്ക് ടാർഗറ്റ് വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഞാനത് കയറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഇത് പ്രകാരം, ഒരു അനാലിസിസ് പ്രകാരം വെച്ചെന്നുള്ളൂ. നമുക്ക് ആ ബ്ലൂ ലൈൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ ആ ബ്ലൂ ലൈനിൽ വന്ന് തട്ടിയിട്ടുണ്ട്. അതായത് കറക്റ്റ് ആ ഗ്യാപ്പ് വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ആ ബ്ലൂ ലൈൻ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ SL അടിച്ച മാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിച്ച മാതിരിയല്ല, SL അടിച്ച മാതിരി തോന്നാൻ പറ്റും. കാരണം നമ്മൾ ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് എൻട്രി എടുക്കുന്നത്. SL അടിച്ചത് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ പ്രീമിയം ചാർട്ടിൽ SL അടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, പ്രീമിയം ചാർട്ടിൽ നമ്മളൊരു ടാർഗറ്റും SLഉം വെച്ചിട്ട് ഇതേ സെയിം തന്നെ വെച്ചിട്ട് അതിൽ SL അടിച്ചില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യും. SL അടിച്ച് ട്രിഗർ ആകുമ്പോഴാണല്ലോ നമ്മൾ ഇറങ്ങുക സാധാരണ. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനത് ക്ലാസ്സിന് വരുമ്പോൾ പറഞ്ഞു തരാം. ശരിക്കും അവിടുന്ന് റിവേഴ്സ് പോയി നമുക്കൊരു 15 പോയിൻ്റ് ഇതിൽ ശരിക്കും കിട്ടിയിട്ടുള്ളൂ ഈ ഒരു ബ്ലൂ ലൈൻ വരെ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾക്ക് അത്യാവശ്യം പ്രോഫിറ്റാണ്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ബ്രോക്കറേജ് കൊടുക്കാനുള്ള പൈസ വരെ നമ്മൾ ഈ ഒരു സെക്കൻഡ് എൻട്രിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഇത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല കേട്ടോ. നമുക്ക് ആ ഒരു സെറ്റപ്പ് വരുമ്പോൾ മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓടിച്ചാടി എൻട്രി എടുക്കുന്നതല്ല, അതിന് ഒരേ രീതിയുണ്ട്. ഓക്കെ, എന്നിട്ട് തൃപ്തിയാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വരാം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്ന ഫസ്റ്റത്തെ ക്ലാസ് എന്തായാലും ഓൺലൈൻ ആയിരിക്കില്ല. അതിന് കാരണമുണ്ട്. ഞാൻ ഓഫ്ലൈൻ എടുക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാര്യം പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓൺലൈൻ ആകുമ്പോൾ ആദ്യമൊക്കെ കുറേ കേട്ടിരിക്കും, പിന്നീട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആലോചിക്കും, അയ്യോ ആ കാര്യം ചോദിക്കായിരുന്നു, ഈ കാര്യം ചോദിക്കും, ഇതെന്തെങ്ങനെ പോയി, അങ്ങനെ പോയെന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ വല്ല തിരക്കിലാണെങ്കിൽ ഞാൻ റീപ്ലൈ തന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും, ആൾ വലിയ ബിസിയായി, ഭയങ്കര തിരക്കായി, ഇത് റീപ്ലൈ തരത്തെ, കാശ് ഓടിച്ചാലും അങ്ങനെ ഓടിച്ചാലും ഇങ്ങനെയൊക്കെ ചിന്ത വരും. പിന്നെ ഈ കാശ് തരുന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. അത് ഞാൻ നിങ്ങൾ പോണേയുള്ളൂ, നിങ്ങൾക്ക് തന്നെ തിരിച്ചിടിപ്പിച്ച് തന്നിട്ടേ വിടുള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയണത്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസോടുകൂടി നിങ്ങളോട് ഇത് പഠിക്കാൻ വരണം എന്ന് ഞാൻ പറയില്ല.
ഇതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു പോകുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇല്ലേ. ആഴ്ചയിൽ ലോൺ അടയ്ക്കാനുള്ളവരുണ്ടാവും, മാസത്തിൽ ലോൺ അടയ്ക്കാനുള്ളവരുണ്ടാവും, വണ്ടിയുടെ EMI, അത് വീട്, അത് ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ട്രേഡിങ് എന്ന് ഞാൻ പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ പഠിക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊണ്ടുവരുന്ന 30,000 രൂപ ക്യാപിറ്റൽ കുറഞ്ഞത് 30,000 വേണം. അതിന് താഴെയുള്ളവർ ഞാൻ കേട്ടില്ല, വേറെ കാര്യം. 30,000 കുറഞ്ഞത് വേണം. ഈ ക്യാപിറ്റൽ എനിക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രം വന്നാൽ മതി. മനസ്സിലായില്ലേ? ഞാൻ ഒരാളെയും ഫോഴ്സ് ചെയ്യില്ല അത് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രം വരാം. ഞാൻ പഠിപ്പിച്ചു തരുന്ന ക്രൈറ്റീരിയകളും ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളും മനസ്സിലാക്കുക, അതേപോലെ ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കേട്ടല്ലോ. ഞാൻ എന്താ പറയുക, വലിയൊരു സെറ്റപ്പ് ആവണം അങ്ങനെയൊന്നല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ കഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കഷ്ടപ്പെടുന്ന ആൾക്കാർ അവർക്ക് കുഴപ്പമില്ലാതെ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറിക്ക് ഈക്വലായിട്ടൊരു ഇൻകം സൈഡ് ഹസലായിട്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. മനസ്സിലായി? അല്ലാണ്ട് എനിക്ക് നിങ്ങളെ പഠിപ്പിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻകം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഫീ കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എനിക്ക് തരുന്ന ഫീ എനിക്കൊരാഴ്ച കൊണ്ട്, അതിൻ്റെ 10 പേര് തരുന്ന ഫീ എനിക്കൊരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ഇത് വലിയ വിഷയമൊന്നുമല്ല. ഇത് പഠിക്കുക. വെറുതെ കിട്ടുമ്പോൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. അതുകൊണ്ടാണ് വില ഉണ്ടായിരിക്കില്ല. വില ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോകണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. നമ്മൾ സ്നേഹിച്ച ഒരാൾ നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്ക് ആളെക്കുറിച്ച് ഭയങ്കര വില ഉണ്ടാവുക. ആദ്യമൊക്കെ ദേഷ്യം അല്ലെങ്കിൽ ഇതൊക്കെ തോന്നിയെങ്കിലും പിന്നീട് വിഷമം വരും. എന്തുകൊണ്ടാണ്? അതതിന് വിലയുള്ളതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് സങ്കടം വരാം. സങ്കടം വരുന്നതിന് കാരണം എന്താണെന്നറിയോ? അതിന് അത്രയും മൂല്യം ഉണ്ടായിരിക്കും. മൂല്യമില്ലാത്ത ഒരു സാധനത്തിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.